നമുക്ക് ഇപ്പോൾ നമ്മുടെ ലാറാവൽ ആപ്ലിക്കേഷന്റെ അകത്ത് നമുക്ക് മെയിൻ്റനൻസ് മോഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. മെയിൻ്റനൻസ് അല്ലെങ്കിൽ ഡെമോ മോഡ്. അതായത് നമ്മുടെ ഇത് ഒരു ഡെമോ ആയിട്ടോ അല്ലെങ്കിൽ നമുക്കൊരു ഉം, ഒരു ടൈമർ വെച്ചിട്ട് കമ്മിങ് സൂൺ എന്ന് പറഞ്ഞിട്ടോ ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പേജ് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിന്റെ കംപ്ലീറ്റ് റൗട്ടുകൾ ഹൈഡ് ചെയ്തിട്ട് ഇതിൽ ഇന്നർ ഈ റൗട്ട് മാത്രമേ ആക്സസ് ചെയ്യാൻ പറ്റൂ, അല്ലെങ്കിൽ ആ റൗട്ടിൽ ഒരു ബ്ലേഡ് കൊണ്ടുപോയിട്ടിട്ട് ഇത് മാത്രം ആക്സസ് ചെയ്താൽ മതി എന്ന് പറയേണ്ട കാര്യമൊന്നും നമുക്കില്ല. നമുക്ക് ഓൾറെഡി എന്തുണ്ട്, നമുക്ക് PHP ആർട്ടിസാനിൽ തന്നെ നമുക്ക് എന്തുണ്ട്, അതിനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഡൗൺ എന്ന് പറഞ്ഞിട്ട് കൊടുത്താൽ നമുക്ക് എന്ത് വരും, നമുക്ക് ഡൗൺ ആക്കാനുള്ള ഒരു ഓപ്ഷൻ വരും. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും, നമുക്ക് സർവീസ് അൺഅവൈലബിൾ 503 എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റാറ്റസ് കോഡിലാണ് ഇത് വരിക. ഇനി നമുക്ക് ഈ പേജിനെ നമുക്ക് ഉദ്ദേശിക്കുന്ന രീതിയിൽ ഒന്ന് കസ്റ്റമൈസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് വേണ്ട നമ്മളുടെ ഈ ലാറാവലിന്റെ കംപ്ലീറ്റ് എറർ പേജസുകളും പബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. വെണ്ടർ പബ്ലിഷ്, അതിൽ ടാഗ് കൊടുക്കേണ്ടത് ലാറാവൽ എറേഴ്സ് എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കംപ്ലീറ്റ് ഡിഫാൾട്ട് ആയിട്ടുള്ള എറർ പേജസുകളും നമ്മൾ എറേഴ്സ് എന്ന് പറഞ്ഞ ഫോൾഡറിന്റെ അകത്ത് കംപ്ലീറ്റ് ആയിട്ട് വരും. അപ്പൊ നമ്മൾ ഓൾറെഡി 404 എന്നുള്ളത് മോഡിഫൈ ചെയ്ത് നമുക്ക് വേണ്ട രീതിയിലാക്കിയിട്ടുണ്ടായി. പക്ഷെ അത് നമ്മൾ വീണ്ടും കളഞ്ഞിട്ട് നമുക്ക് ഇപ്പൊ എന്താ വേണ്ടത്, നമുക്ക് ഇതിൽ 503 എന്ന് പറഞ്ഞൊരു പേജ് നമുക്ക് ഉണ്ട്. അതിൽ ഓൾറെഡി നമുക്ക് ഡിസൈൻസ് ഉണ്ട്. ഇത് മാറ്റിയിട്ട് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് അണ്ടർ മെയിൻ്റനൻസ് എന്ന് നമുക്ക് കൊടുക്കാൻ പറ്റും. അണ്ടർ വർക്കിംഗ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആ സാധനം വരും. ഇനി ഇത് നമുക്ക് വേണ്ട രീതിയിൽ നമുക്കൊരു മെയിൻ്റനൻസ് പേജിന്റെ ഒരു HTML CSS നമുക്ക് എവിടെന്നെങ്കിലും യൂസ് ചെയ്തിട്ട് നമുക്ക്, അല്ലെങ്കിൽ നമ്മൾ കസ്റ്റം ഡിസൈൻ ചെയ്തിട്ടോ നമുക്ക് കൊടുക്കാം എങ്കിൽ നമുക്ക് അവിടെ അത് ഡയറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാം. ഇനി അണ്ടർ മെയിൻ്റനൻസ് എന്ന് പറഞ്ഞൊരു പേജ് നമ്മൾ വേറെ എവിടെന്നെങ്കിലും എടുക്കുന്നു, അത് നമ്മൾ എടുത്തിട്ട് നമ്മൾ വി ആർ ബാക്ക് സൂൺ എന്ന് പറഞ്ഞ പേജ് നമുക്ക് കൊടുക്കണം. അപ്പൊ അത് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി ഉള്ള നമ്മൾ HTML കണ്ടന്റിന്റെ നമ്മൾ ഇവിടെ പബ്ലിഷ് ചെയ്തു. ഇതിന്റെ അകത്ത് പോയിട്ട് നമുക്ക് ഇത് കൊടുത്തു കഴിഞ്ഞാൽ എന്തായി, നമുക്ക് വേണ്ട വി ആർ ബാക്ക് സൂൺ എന്ന് പറഞ്ഞ ഡിസൈൻ നമുക്ക് കൊണ്ടുവരാം. ഇനി നമ്മുടെ ഇതിന്റെ അകത്തുള്ള നമ്മൾ ഇതുവരെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ബ്ലോക്സ് എന്ന് പറഞ്ഞതോ നമ്മൾ റൗട്ടുകളൊന്നും ഏത് യൂസ് ചെയ്താലും എന്ത് ചെയ്യണ്ട, അപ്പൊ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട. നമുക്ക് സെർവറിന്റെ അകത്ത് പോയിട്ട് ഈ കമാൻഡ് അടിക്കാൻ പറ്റിയാൽ മതി. അപ്പോൾ ഇനി നമുക്ക് ഇത് അപ്പാക്കണം എന്നുണ്ടെങ്കിൽ എന്ത് കൊടുക്കാം, അപ്പ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. സ്റ്റെപ്പ് അപ്പ് കൊടുത്തിട്ട് അപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ബാക്ക് ടു നോർമൽ. പിന്നെ ഇതുപോലെ ഇതിന്റെ അകത്ത് നമുക്ക് അടുത്തൊരു ഓപ്ഷൻ ഉള്ളത് എന്താന്ന് വെച്ചാല്, നമുക്ക് അവരോട് നിങ്ങളൊരു 10 സെക്കൻഡ് കഴിഞ്ഞിട്ട് ട്രൈ ചെയ്തു, നമുക്കൊരു 10 സെക്കൻഡേ വേണ്ടു. അപ്പൊ ഈ ഒരു 10 സെക്കൻഡ് കഴിഞ്ഞിട്ട് ഓട്ടോമാറ്റിക്കലി ആരെങ്കിലും ഇത് ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് റീട്രൈ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ആയിട്ട് നമുക്ക് എന്ത് കൊടുക്കാം, റീട്രൈ എന്ന് പറഞ്ഞുണ്ട്. ഇനി ഒരു 1 സെക്കൻഡ് കഴിഞ്ഞിട്ട് റീട്രൈ ചെയ്യൂ എന്ന് പറയാൻ അതിന്റെ സിന്റാക്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. PHP അപ്പിന്റെ അകത്തല്ല നമുക്ക് കൊടുക്കേണ്ടത്, ഡൗണിന്റെ അകത്താണ്. നമുക്ക് ഡൗൺ ചെയ്യുന്ന സമയത്താണ് നമുക്ക് എന്ത്, അപ്പിലാണ് ഞാനിപ്പോ കൊടുത്തിട്ടുള്ളത്. അത് ഡൗൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്ര സമയം കഴിഞ്ഞിട്ട് റീട്രൈ ചെയ്യണം എന്ന് കൊടുക്കാം. അതായത് നമുക്ക് ഇത് കൊടുക്കുന്ന നേരം, നമുക്ക് ഡൗൺ ആക്കുന്ന നേരം വേറൊരു ഓപ്ഷൻ ഉള്ളത് റീട്രൈ എന്ന് പറഞ്ഞു കൊടുക്കാം. അപ്പൊ എത്ര ഇത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യണം, റീട്രൈ ചെയ്യണം എന്ന് പറയാം. അപ്പോൾ ഇനി ഇത് ഞാൻ ഓപ്പൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഓരോ സെക്കൻഡിലും എന്ത് ചെയ്തോളും, റീട്രൈ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇനി നമ്മൾ എപ്പോഴാണോ അത് ഡൗൺ ആക്കുന്നത് അവര് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, ഇതിനെ പിടിച്ചിട്ട് ഇവര് ഇവിടെ ഓരോ 1 സെക്കൻഡിലും ലോഡ് ചെയ്യുന്നുണ്ടാവും. ഇനി ഇത് മാറ്റിയിട്ട് ഞാൻ ഇത് അപ്പാക്കുന്ന നേരം ഓട്ടോമാറ്റിക്കലി നെക്സ്റ്റ് സെക്കൻഡിൽ എന്താവും, അത് റീട്രൈ ചെയ്തിട്ട് ആപ്ലിക്കേഷൻ ലൈവ് ആവും. നമുക്കൊരു 1 സെക്കൻഡ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റുമായിരിക്കും. അതായത് അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെന്ന് മനസ്സിലാക്കിയാൽ മതി. നമുക്ക് റീട്രൈ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇനി അതിൽ കൂടുതൽ ഓപ്ഷൻസ് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനകത്ത് പോയിട്ട് ഡൗണിന്റെ അകത്ത് പോയിട്ട് കൊടുത്ത് കാണാൻ പറ്റും. റീട്രൈ നമ്പർ ഓഫ് സെക്കൻഡ്സ് ആഫ്റ്റർ വിച്ച് റിക്വസ്റ്റ് മേ ബി റീട്രൈഡ്, റീഫ്രഷ് നമ്പർ ഓഫ് റീഫ്രഷ് വിച്ച് ബ്രൗസർ മേ റീഫ്രഷ്. ഇപ്പൊ ഞാൻ ഉദ്ദേശിച്ചത് റീഫ്രഷ് ആണ്, റീട്രൈ അല്ല. ഇനി നമുക്ക് ഡൗൺ ആക്കുന്ന സമയത്ത് എത്ര സെക്കൻഡിൽ റീഫ്രഷ് ആകണം എന്ന് കൊടുക്കാം. ഇത് ഡൗൺ ആണ് ഓൾറെഡി. ഇനി റീഫ്രഷ് ഓരോ സെക്കൻഡിലും റീഫ്രഷ് ആവുന്നുണ്ട്, കണ്ടോ.
ഓരോ സെക്കൻഡിലും പേജ് റീഫ്രഷ് ആയിക്കൊണ്ടേയിരിക്കും. ഇപ്പൊ നമുക്ക് ഒരു 10 സെക്കൻഡേ വേണ്ടു, 10 സെക്കൻഡ് കൊണ്ട് നമ്മൾ ഫിക്സ് ചെയ്തിടും. പക്ഷെ ആ 10 സെക്കൻഡ് ക്രൂഷ്യൽ ആയതുകൊണ്ട് മാത്രം ആ 10 സെക്കൻഡ് നേരത്തേക്ക് നമുക്ക് ഡൗൺ ചെയ്തിടണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ PHP ആർട്ടിഷൻ റീഫ്രഷ്, അതായത് നിങ്ങൾ എത്ര സമയം കഴിഞ്ഞിട്ടാണ് റീഫ്രഷ് ചെയ്യേണ്ടത്, ബ്രൗസർ ഓട്ടോമാറ്റിക്കലി റീഫ്രഷ് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് റീഫ്രഷ് എന്ന് പറഞ്ഞ കീൻ്റെ അകത്ത് കൊടുക്കാം. അപ്പൊ ഞാനത് 1 സെക്കൻഡ് PHP ആർട്ടിഷൻ ഡൗൺ റീഫ്രഷ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യാം, നമുക്ക് അപ്പാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് കൊടുക്കാം, അപ്പെന്ന് കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത സെക്കൻഡിൽ അവിടെ എന്താവും അപ്പൊ. ഇനി ഇത് മാറ്റിയിട്ട് നമുക്ക് ഡൗൺ ആക്കാൻ ഒരു 2 സെക്കൻഡ്സ് കൊടുത്തു കഴിഞ്ഞാൽ 2 സെക്കൻഡ്സ് ഓട്ടോമാറ്റിക്കലി എന്തായിക്കോളും, അത് നമ്മൾ ഇത് ഡൗൺ ആകുമ്പോൾ റെഡി ആവില്ല. നമ്മൾ ഡൗൺ ആക്കി അവര് ഓൾറെഡി പിന്നെ അതിലുള്ള എന്തെങ്കിലും റിക്വസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എന്താവും, ഡൗൺ ആണെന്ന് കാണിക്കും. ഇപ്പൊ നമുക്ക് ഡൗൺ എന്ന് കാണിച്ചുകൊണ്ടിരിക്കുന്ന സിസ്റ്റം എന്ത് ചെയ്യൂല, ഡൗൺ ആയിട്ട് കാണിക്കൂല. ഇനിയിപ്പോ ഇതിന്റെ അകത്ത് ഏതെങ്കിലും പേജ് അവർ ക്ലിക്ക് ചെയ്തു, അപ്പൊ ക്ലിക്ക് ചെയ്ത മൊമെന്റിൽ എന്തായി, ഇത് ഡൗണിലേക്ക് പോയി. എന്നിട്ട് എന്ത് ചെയ്യും, നമ്മൾ ഓരോ 2 സെക്കൻഡിലും അവർ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി നമ്മളിത് അപ്പെന്ന് കൊടുക്കുന്ന സമയത്ത് നെക്സ്റ്റ് 2 സെക്കൻഡ് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി അപ്പായിക്കോളും. അപ്പൊ അവർക്കൊരു കൺഫ്യൂസിങ്ങോ നമ്മളിവിടെ ജിറ്റിൽ പോയിട്ട് പുഷ് ചെയ്യടോ ഇതൊന്നും ചെയ്യാണ്ട് തന്നെ നമുക്ക് എന്താവാം, ഈസി ആയിട്ട് സെർവറിൽ നമുക്ക് ലൈവ് പ്രൊജക്റ്റുകൾ നമുക്ക് മെയിൻ്റനൻസ് മോഡിലേക്ക് പുഷ് ചെയ്യാൻ പറ്റും.